അന്നത്തെ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റിയൊക്കെ പറയാമോ? അന്നത്തെ ഒരു അന്ന് എനിക്ക് ഒന്നാമത് സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയാണ്. അപ്പം അവിടെയുള്ള മറ്റെൻ്റെ സമപ്രായക്കാരായ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് ഞാൻ കാണുന്നുള്ളത്. പക്ഷേ അവരുടെ കൂടെ അങ്ങനെ ചേർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല എനിക്ക്. അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒറ്റപ്പെട്ട് ഏകാഗിയായി ഇങ്ങനെ കഴിഞ്ഞു കൂടുകയായിരുന്നു ഞാൻ. അതും സ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. കൂട്ടുകാരില്ലെന്നല്ല, പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാൻ മാറി 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 എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ മാറിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയും പറയാം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പം ഉൾവലിയുക എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ പോകാറ് പതിവ്. എങ്കിലും സ്നേഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെയൊന്നും ഞാൻ ഒരു ആഘോഷത്തിന് ഞാൻ ഒരു വീട്ടിലും പോകാറില്ല. ഒന്നും ആഘോഷിക്കാറില്ല. എൻ്റെ വീട്ടിൽ പെരുമ്പടവത്ത് എൻ്റെ പഴയ തറവാടിൻ്റെ താഴെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പാടങ്ങളുണ്ട്, ഒരു തോടുണ്ട്. ആ തോടിൻ്റെ വക്കത്തോ അല്ലെങ്കിൽ കുന്നിൻ്റെ ചെരുവിലോ ഒക്കെ പോയിരുന്ന് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഏകാന്തമായ നിമിഷങ്ങൾ ഞാൻ അങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത്. എനിക്ക് വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ഈ കവിതയിൽ മാത്രമല്ല ഞാൻ ചോദിച്ചത്, ആ കവിത അല്ലാതെ തന്നെ വേറെ സുഹൃത്ത് ബന്ധങ്ങൾ, അത് ഇന്നും സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ? 1-2 സ്നേഹിതന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പെരുമ്പടത്ത് 1-2 സ്നേഹിതന്മാർ എനിക്കുണ്ട്. പുത്തമ്പരയിൽ ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരു സ്നേഹിതൻ, റേഷൻ കട മുതലാളിയാണ്, ഇന്നും എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഞങ്ങൾ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ പഴയ കുട്ടികൾ തന്നെ ആയിത്തീരുന്നു, പഴയ സ്നേഹിതന്മാരായിത്തീരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കഴിയാറുള്ളത്. ഞാൻ ചെന്നു എന്ന് പറയുമ്പോൾ എന്നെ അന്വേഷിച്ച് വരും, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും. അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ ഞാൻ നിലനിർത്തുന്നുണ്ട് അവിടെയുള്ള ഗ്രാമത്തിലെ ഓരോ ആളുമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ, പണ്ട് ഞാൻ ആരോടും അങ്ങനെ മിണ്ടുകയില്ല, അവരുമായിട്ട് ഇടപെടില്ലായിരുന്നു. അത് ഇപ്പം ഞാൻ ആരോടും എല്ലാവരോടും സംസാരിക്കുകയും അവരുടെ ജീവിതമായിട്ട് ഇടപെടുകയും ചെയ്യും. ചെല്ലുമ്പോൾ വല്ലപ്പോഴാണ് പെരുമ്പടത്ത് ചെല്ലുമ്പോൾ കാണുന്നവരോടൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ ഇടപെടാറുള്ളത്. ആ ഗ്രാമം അങ്ങനെ ഒരു മനസ്സാണ് എനിക്ക് തന്നിട്ടുള്ളത്. അന്ന് ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അത് ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിരുന്നു? അങ്ങനെ അതല്ല, ഇത് ഞാൻ തന്നെ അങ്ങനെ ആക്കി തീരുന്നതാണ്. ഞാൻ തന്നെ കുഴപ്പം എൻ്റെ തന്നെയാണ്. അതായത് ഇങ്ങനെയാണ് ഈ വായനയിലൊരു ആനന്ദം, ഉന്മാദം അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത്. ഇപ്പോൾ വായനയാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത്. ഇപ്പം കവിത എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി വായിക്കുന്നത്. കാര്യം 12 കിലോമീറ്റർ അപ്പുറത്തെ തലയോലപ്പറമ്പിലാണ് ബഷീറിൻ്റെ കുടുംബം. അന്ന് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് യാത്രയൊക്കെ? അന്ന് നടന്നേ പോകാനൊക്കെ ഉള്ളൂ. 12 കിലോമീറ്റർ മടക്കി ബഷീറിനെ അന്വേഷിച്ച് പോകും. അവിടെ പോയി കണ്ടുപിടിക്കും. അടുത്ത ടൗൺ എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടൗൺ വൈക്കമാണ്. തലയോലപ്പറമ്പ് അന്ന് വൈക്കത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ വരുന്നത്. തലയോലപ്പറമ്പിലാണ് ബഷീർ യഥാർത്ഥത്തിലുള്ള കുടുംബം. ഇപ്പോഴും അവിടെയാണ്. അങ്ങോട്ട് നടന്നേ പോകാനൊക്കെ ഉള്ളൂ. വണ്ടിക്ക് പോകാൻ എനിക്ക് കാശില്ലല്ലോ. ഞാൻ തീരെ ദരിദ്രമായ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വണ്ടിയും ഇല്ല വഴിയിലൊന്നും. വൈക്കം തൊടുപുഴ റോഡാണ് എൻ്റെ ഗ്രാമത്തെ ഈ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത്. അന്ന് ഒരു ദിവസം 1-2 പ്രാവശ്യം വണ്ടി പോകും, അതിൽ ലൈൻ ബസ് പോകും. അതിനൊന്നും കയറാനുള്ള കാശൊന്നും എൻ്റെ കൈ വെച്ചില്ല. നടന്നു പോകും. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് ബഷീറിൻ്റെ വീട് കാണും. പക്ഷേ ഇപ്പം എനിക്ക് ആ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. തകഴിയുമായിട്ട് ബന്ധം? പിന്നെ അത് ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് ഞാൻ വായിക്കുന്ന നോവൽ രണ്ടിടങ്ങഴിയാണ്. അതും എനിക്കൊരു വിസ്മയമാണ്. ഈ സമുദ്രം പോലെ കിടക്കുന്ന ഈ കുട്ടനാടൻ പാടശേഖരങ്ങൾ പെരുമ്പടവത്ത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെ കരഭൂമിയാണ്, ഇടയ്ക്കിടയ്ക്ക് കണ്ടം എന്ന് പറയാവുന്ന ചെറിയ ചെറിയ കൃഷിഭൂമികളുള്ളൂ. അപ്പോൾ ഈ ഒരു സമുദ്രം പോലെ അങ്ങനെ അനന്തതയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ കുട്ടനാടൻ പാടശേഖരങ്ങൾ എനിക്ക് സങ്കല്പിക്കാനേ ആവില്ല. പക്ഷെ രണ്ടിടങ്ങളിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു അനുഭവ പ്രപഞ്ചം ആ നോവൽ ഉണ്ടാക്കി തന്നു. പിന്നീടാണ് ഞാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലൊക്കെ മെമ്പറായതിനു ശേഷം ആണ് തകഴിച്ചേട്ടനുമായിട്ട് കാണുന്നത്. പിന്നീട് വളരെ അടുത്ത ഒരു ബന്ധമായി തീർന്നു. വയസ്സുകാലത്ത് അപ്പോൾ എനിക്ക് ഏതോ ഒരു അവാർഡ് കിട്ടിയ കാലത്ത് പെരുമ്പടവംകാർ എനിക്കൊരു സ്വീകരണം തന്നു. സ്വീകരണം എൻ്റെ വായനശാലയുടെ വാർഷികം എന്ന് പറഞ്ഞാണ് എന്നെ അവർ പറ്റിച്ചതാണ്. അപ്പോൾ ആരെ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തകഴിച്ചേട്ടനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് വിശ്വാസമായില്ല. തകഴിയൊക്കെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ ഒക്കുമോ, വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പൊൻകുന്നം വർക്കിയെ കൂടെ കൊണ്ടുവരാം, വർക്കി സാറിനെ കൊണ്ടുവരാം.
അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സാറുണ്ട്, ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ എന്നെ സാറെന്നെ വഴക്ക് പറഞ്ഞു, നീ ചുമ്മാ തമാശ പറയരുത്, തകഴിയും പൊൻകുന്നം വർഗീയൊക്കെ ഇങ്ങോട്ട് വരുമോ, നീ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം, വരും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അന്ന് തകഴിച്ചേട്ടൻ സുഖയിലായിരിക്കുന്ന കാലമാണ്, കഷായമൊക്കെ കൂടി. ഈ കഷായമായിട്ടാണ് അദ്ദേഹം പെരുമ്പടവത്ത് വരുന്നത്. പെരുമ്പടവത്ത് വന്ന് അന്ന് പെരുമ്പടവം ഗ്രാമം മുഴുവൻ ഞങ്ങളുടെ ഭഗവതി ക്ഷേത്ര മൈതാനത്തുണ്ട്. അപ്പോൾ വായനശാലയുടെ വാർഷികമാണെങ്കിലും അത് എനിക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു, അവർ ഒളിച്ചു വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കുള്ള സ്വീകരണമായിരുന്നു. അതിന് ഞാൻ വഴങ്ങാതെ വന്നപ്പോഴാണ് വായനശാലയുടെ വാർഷികമാക്കിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കുള്ള സ്വീകരണമാണ് പ്രധാനം. അപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാർ മുഴുവൻ അന്ന് അവിടെ ഉണ്ട്. അന്ന് എൻ്റെ തലയിൽ കൈവച്ച് തകഴിച്ചേട്ടൻ അനുഗ്രഹിച്ചു, ഇവനെ ഞാൻ വാഴിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വലിയൊരു അനുഭവം ഉണ്ട് എനിക്ക്. എന്നോടൊരിക്കൽ ഏതോ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിലെ മഹാഭാഗ്യം എന്താണെന്ന്. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾ ഉദ്ദേശിച്ചപ്പോൾ വയലാർ അവാർഡ് കിട്ടി, വള്ളത്തോൾ അവാർഡ് കിട്ടി, അല്ലെങ്കിൽ അക്കാദമി അവാർഡ് കിട്ടി, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല, ഞാനൊരു മഹാഭാഗ്യവാനാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഷയിൽ ഏറ്റവും പ്രതിഭാസമ്പന്നരായ എഴുത്തുകാരുടെ കാലത്ത് ജനിക്കാനും ജീവിക്കാനും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുതന്നെയാണ്. ബഷീർ, തകഴി, കേശവദേവ്, ഉറൂബ്, പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനൻ, കാരൂര്, CJ തോമസ് തുടങ്ങിയ എൻ്റെ ഭാഷയിലെ ഏറ്റവും വലിയ പ്രതിഭാശാലികളുടെ കാലത്ത് ജനിക്കാനും ജീവിക്കാനും അവരുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനും കഴിഞ്ഞു. ആദ്യം ബഷീറിൻ്റെ ബാല്യകാലസഖി വായിച്ചു. അതിനകത്ത് പ്രൊഫസർ MB പോൾ ഒരു നിരീക്ഷണം എഴുതിയിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരേടാണ്, ഇതിൻ്റെ വക്ക് രക്തം പൊടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത് ജീവിതം തന്നെയാണ്, കഥ ജീവിതം തന്നെയാണെന്ന് ധ്വനിപ്പിക്കുകയാണ് പോൾ സാർ ചെയ്തത്. ബഷീറിൻ്റെ ജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹം കൺമുമ്പിൽ കണ്ട ജീവിതമോ വെച്ച് കഥ എഴുതി. അപ്പോൾ എനിക്കൊരു മോഹം തോന്നി, എന്നാൽ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ജീവിതം വെച്ചൊരു കഥ എഴുതിയാലോ. എനിക്കെഴുതാൻ കഥയൊന്നുമില്ല, ഞാൻ ഒരു സാധു കുടുംബത്തിൽ പാവപ്പെട്ട കുട്ടിയായി ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് കഥയ്ക്ക് പറ്റുന്ന ഏർപ്പാടൊന്നുമല്ല എന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു കഥ എഴുതി. ഞങ്ങളുടെ ഗ്രാമത്തിലൊരു സർപ്പക്കാവുണ്ടായിരുന്നു. അതൊരു കുടുംബത്തിൻ്റെ വകയാണ്, പക്ഷേ അത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പൊതു സ്വത്തായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അവിടെ ആണ്ടിലൊരിക്കൽ ഈ സർപ്പദൈവങ്ങൾക്ക് ഈ നൂറും പാലും കൊടുക്കുകയും പുള്ളവും പാട്ട് നടത്തുകയും ചെയ്യും. അപ്പം ആ കുടുംബത്തിൻ്റെ കഥ, ഇപ്പോൾ സർപ്പദൈവങ്ങൾ വെച്ച് ആരാധിക്കുമ്പോൾ ഈ കുടുംബത്തിന് ശ്രേയസ്സുണ്ടാകും, സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ വിശ്വാസം ഉണ്ടാകും. എന്തുകൊണ്ടോ ആ കുടുംബത്തിൻ്റെ അനുഭവം നേരെ മറിച്ചായിരുന്നു. അപ്പോൾ വിശ്വാസവും അനുഭവവും തമ്മിലുള്ളൊരു പൊരുത്തക്കേട് എൻ്റെ മനസ്സിൽ തട്ടി. അപ്പോൾ ആ സർപ്പക്കാവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു നോവൽ എഴുതി, സർപ്പക്കാവ്. അതാണ് എൻ്റെ ആദ്യത്തെ നോവൽ. ഞാനൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ കണ്ടെത്തുന്നത് ആ നോവലിൽ വെച്ചാണ്. ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യത്തിന് ഉത്തരം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാനിരുന്നത്, ഗ്രാമത്തിൽ നിന്നും ഏതെങ്കിലും വ്യക്തികൾ, കഥാപാത്രങ്ങൾ കഥയിലേക്ക് കയറി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ഗ്രാമം മൊത്തമേ അത് ഞാൻ ഇങ്ങനൊരു ചോദ്യം നന്ദുവിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കുക. അല്ല അയ്യോ, അത് ഒരിക്കലല്ല. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ഇതാ ചോദിക്കാനിരുന്നത്, ഗ്രാമത്തിലെ പഴയ ആൾക്കാരാരെങ്കിലും പിൽക്കാലത്ത് കഥകളിലേക്ക് കയറി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ഗ്രാമം മൊത്തം വന്നിട്ടുണ്ട്. പക്ഷേ നല്ല ഇപ്പോഴും അതുകൊണ്ട് സർപ്പം പാട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി കൂടുതൽ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അത് ഇടയ്ക്കൊക്കെ ഞാൻ ഉത്സവത്തിന് അവിടെ പോകും. നോക്കപ്പോൾ ഒരു പാട്ടിലേക്ക് പോകല്ലേ? ഏത് പാട്ട് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ നഗരമേ നന്ദി എന്ന് പറയുന്നൊരു ചിത്രമുണ്ട്. അത് MT ആണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. MTയുടെ തിരക്കഥയാണ്. അത് വിൻസെൻ്റ് മാസ്റ്ററാണ് അത് സംവിധാനം ചെയ്തത്. പിന്നെ പാട്ടെഴുതിയത് ഭാസ്കരൻ മാഷാണ്. അതിനകത്ത് നഗരം നഗരം മഹാസാഗരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ആ പാട്ട് എന്നെ വല്ലാതെ അലട്ടിയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിലെ ഓരോ വരിയിലും ഒരു കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ഒരു വേദനയും സങ്കടവും മുഴുവൻ കിടന്ന് അലയ്ക്കുന്നത് പോലെ, ഒരു സാഗരം പോലെ, സമുദ്രം പോലെ എൻ്റെ മനസ്സിൽ കിടന്ന് അലയ്ക്കും. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം, കളിയും ചിരിയും നീരേ, ചളിയും ചുഴിയും താഴേ, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാലം.
നഗരം നഗരം മഹാസാഗരം മഹാസാഗരം